ഹലോ. ഹലോ. ദിയേച്ചി, ഞാൻ അഭിനയാണേ. ഞാൻ ഇപ്പോൾ +1 അപ്പോൾ NSSൽ ചേരണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. പക്ഷെ കാര്യമായിട്ടൊന്നും അതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ ഈ NSSൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പണിയെടുക്കണം. അതുപോലെ ഹോളിഡേയ്സിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. വെയിലത്തൊക്കെ കുറേ പണിയെടുക്കേണ്ടിയുണ്ട്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ പഠനത്തെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണോ? ഈ NSS എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു എൻ്റെതും. ഞാൻ +1 സയൻസ് എടുത്ത് കയറിയപ്പോൾ കുറേ പഠിക്കാനുണ്ട്, ക്ലാസ് മിസ്സാവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷേ ഉണ്ടല്ലോ, NSS ശരിക്കും അതിൽ ജോയിൻ ചെയ്യാത്തൊരു ശരിക്കും മിസ്സിങ് തന്നെയാണ്. കാരണം ഒരിക്കലും ഗ്രേസ് മാർക്കിന് വേണ്ടി ഒന്നുമല്ല നമ്മൾ NSSൽ കയറുന്നത് തന്നെ. താൻ എന്തായാലും കയറിക്കോ, പഠനത്തെ ഒന്നും ബാധിക്കില്ല, ഞാൻ പ്രോമിസ് ചെയ്യുന്നു. കാരണം അതത്രയും നമുക്ക് പറയാൻ പറ്റില്ല, വാക്കുകൾക്ക് അതീതമാണെന്നൊക്കെ പറയില്ലേ, അത് അനുഭവിച്ച് തന്നെ അറിയണം. അങ്ങനെയാണോ ചേച്ചി? ഞാൻ കേട്ടിട്ടുള്ളത് ഫുള്ള് വെയിലത്ത് പണിയെടുക്കണം, ക്ലാസ് ടൈമിൻ്റെ ഇടയ്ക്കുന്ന് വിളിച്ചുകൊണ്ട് പോവും, അതുപോലെ വർക്കിംഗ് ഡേയ്സ് അല്ലാത്ത ദിവസങ്ങളിലും ഒക്കെ വന്ന് NSSൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ടാവും, അതിനൊക്കെ ചെയ്യണം. പിന്നെന്താ, ഈ സ്കൂളിൻ്റെ ബാത്റൂം കഴുകണം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെയോ? തന്നോട് ഇങ്ങനെ പറഞ്ഞവർ മിക്കവാറും NSS വോളണ്ടിയേഴ്സ് ആയിരിക്കില്ല. കാരണം ഒരു NSS വോളണ്ടിയേഴ്സും NSS ഒരു പണിയെടുക്കുന്ന സംഭവമായിട്ടൊന്നും പറയില്ല. ഇതിൽ പണിയെടുക്കില്ല, എന്താ പറയുക, നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടിയുണ്ട് നമ്മളുടെ സൊസൈറ്റിക്ക്, അത് ചെയ്യുന്നേ ഉള്ളൂ. അതിൽ ചിലപ്പോൾ നമ്മൾ ഓരോന്നും ക്ലീൻ ചെയ്യേണ്ടി വരും, അതാക്കേണ്ടി വരും. പക്ഷേ അതൊന്നും ഒരിക്കലും നമ്മളെ ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ പഠനത്തെ ബാധിക്കുന്ന രീതികളൊന്നുമില്ല. എല്ലാം അതിൻ്റേതായ ഒരു വഴിക്ക് അത് പോകും. ആണോ? എന്നാൽ സത്യത്തിൽ NSS എന്താണെന്നൊന്ന് ചേച്ചി പറഞ്ഞു തരുമോ? എടാ, ഈ NSS എന്ന് പറയുന്നത് ഈ +1 +2 പിന്നെ ഈ കോളേജിലുള്ള തുടങ്ങിയ സ്റ്റുഡൻസിനൊക്കെ സൊസൈറ്റിയോട് ഒരു സേവന മനോഭാവം വളർത്താൻ വേണ്ടി 1969 ആരംഭിച്ച ഒരു സംഘടനയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളുടെ ഭാരത സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പിന്നെ ഇതിനൊരു ഗ്രേസ് മാർക്കൊക്കെ നമ്മളുടെ പ്രവർത്തിക്ക് അവർ തരുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഒരുപാട് ക്വാളിറ്റീസ്, അതിനെക്കാട്ടും വാല്യുബിൾ ആയിട്ടുള്ള ഒത്തിരി കാര്യമാണ് ഈ NSS എന്ന് പറഞ്ഞ സംഘടനയിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്നത്. ഇതിൻ്റെ മോട്ടോ നോട്ട് മീ ബട്ട് യു എന്നാ. അത് തന്നെയാണ് NSS. ഓരോ NSS വോളണ്ടിയേഴ്സിനും ഈ NSS എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമൊന്നുമല്ല, ഒരു വികാരമാണ്. അപ്പോൾ ചേച്ചി, ഈ NSSൽ കൂടുന്നതുകൊണ്ട് ശരിക്കും എന്തൊക്കെയാണ് ഗുണങ്ങൾ? ചേച്ചിക്ക് എന്തൊക്കെയാണ് അനുഭവങ്ങൾ പറയാനുള്ളത്? എടാ, അതായത് ഈ സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് NSSൻ്റെ കഥ തുടങ്ങുന്നത്. ഇൻ്റർവ്യൂവിലൂടെയാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. 50 കുട്ടികളെയാണ് NSSലേക്ക് സെലക്ട് ചെയ്യുക. ഒരുപാട് കുട്ടികളുള്ള ഇൻ്റർവ്യൂവിൽ നിന്ന് 50 കുട്ടികൾ. അപ്പോൾ ആ 50 കുട്ടികളും അത്രയും ക്വാളിഫൈഡ് ആയിരിക്കും. പിന്നീട് അങ്ങോട്ട് ഞാനെന്നോ നീയെന്നോ ഇല്ല, നമ്മളെല്ലാവരും ഒന്നാണ്, 50 കുട്ടികളും ഒന്നാണ്. പിന്നീടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഒരുമിച്ചായിരിക്കും. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസുകൾ ചെയ്തൊരു വർഷം കൂടിയായിരുന്നു. പ്രളയം കാരണം ഒത്തിരി വീടുകളിൽ വെള്ളം കയറിയൊരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയുള്ള വീടുകളിൽ വൃത്തിയാക്കിയത് ഒക്കെ NSS വോളണ്ടിയേഴ്സ് ആയിരുന്നു. അവിടുത്തെ കിണറുകൾ ശുചീകരിക്കുകയും നമ്മുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ആശുപത്രി ക്ലീൻ ചെയ്യുന്നതൊക്കെ നമ്മളുടെ യൂണിറ്റുള്ള വോളണ്ടിയേഴ്സ് ആയിരുന്നു. ഇത്തരത്തിൽ പ്രളയദുരിതം അനുഭവിക്കുന്നവർക്ക് കിറ്റ് തയ്യാറാക്കിയതും അത് കൊണ്ടു കൊടുത്തതും നമ്മുടെ വോളണ്ടിയേഴ്സാണ്. അപ്പോൾ ഈ കിറ്റുകൾ കൊണ്ടു കൊടുത്തപ്പോഴും വീടുകൾ ശുചിയാക്കി പുറത്തിറങ്ങുമ്പോഴൊക്കെ ആ കുടുംബത്തിൻ്റെ സന്തോഷമുണ്ടല്ലോ, അതൊന്നും നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. അതൊക്കെ നമ്മൾ എന്താ പറയുക, ഹൃദയസ്പർശിയായ നിമിഷങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു സത്യത്തിൽ. പിന്നെയും ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അംഗനവാടി പോയി, അവിടെ സ്കൂളിൻ്റെ അടുത്തുള്ള എന്താ പറയുക, നമ്മളൊക്കെ നൊസ്റ്റു അടിക്കുക എന്ന് പറയില്ലേ, അതായിരുന്നു സത്യത്തിൽ. അംഗനവാടി പോയി അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഓരോ കളിപ്പാട്ടങ്ങളും പിന്നെ അവരുടെ കൂടെ ഓരോ പാട്ടൊക്കെ പാടി ആകെ എന്താ പറയുക, ഒരിക്കലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ ഒക്കെ പറയില്ലേ. NSSൽ ചേർന്നതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഓരോ നിമിഷങ്ങളും ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് എന്താ പറയുക, മോൾ മിസ് ചെയ്യരുത്, NSSൽ കൂടാതിരിക്കരുത്.
ആണോ? ഇങ്ങനെയൊക്കെയാണല്ലേ NSS എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു NSS ക്യാമ്പ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതെന്താ പരിപാടി? അത് വീട്ടിൽ നിന്ന് മാറി നിൽക്കണോ അല്ലേ? അതിനി ചേച്ചി പറഞ്ഞ പോലെ നല്ല രസമായിരിക്കുമോ അതോ ഫുള്ള് പണിയെടുത്ത് മടുത്ത് പോവോ? അതെ, താൻ പറഞ്ഞ പോലെ എല്ലാ NSS വോളണ്ടിയേഴ്സിനും ഒരു സപ്തദിന സവാസി ക്യാമ്പുണ്ട്. നമ്മളുടെ ക്രിസ്മസ് വെക്കേഷൻ്റെ ടൈമിലാണ് ആ ക്യാമ്പ്. നമ്മുടെ സ്കൂളിലായിരിക്കില്ല, മറ്റേതെങ്കിലും ഒരു സ്കൂളിലാണ്. ഇപ്പോഴും ആ ക്യാമ്പിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചമാണ്. കാരണം എല്ലാ NSS വോളണ്ടിയേഴ്സിൻ്റെയും മനസ്സിൽ മധുരമാർന്നൊരു ഓർമ്മയാണ് ആ 7 ദിവസങ്ങൾ. ആദ്യത്തെ ഒരു ദിവസമൊക്കെ നമുക്കൊരു വിഷമം ഉണ്ടാകും. കാരണം ആദ്യമായിട്ടായിരിക്കും നമ്മളിൽ പലരും ഇങ്ങനെ 7 ദിവസം വീട്ടിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 7ാമത്തെ ദിവസം ഞങ്ങൾ കരയായിരുന്നു, പോവണ്ടോ എന്ന് പറഞ്ഞിട്ട്. കാരണം അത് അത്രയും രസമായിരുന്നു. ആ 7 ദിവസം ഒരുപോലെ കൂടപ്പിറപ്പുകളായിരുന്നു, തോളോട് തോള് ചേർന്ന് നിൽക്കുന്ന ആങ്ങളമാരും പെങ്ങന്മാരും ആയിരുന്നു. എന്താ പറയുക, ഒരിക്കലും ഇനിയും തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അത്രയും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ദിവസങ്ങളായിരുന്നു. ക്യാമ്പിൽ ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അസംബ്ലിയിലൂടെയാണ്. ആ അസംബ്ലിക്ക് ശേഷം അന്നേ ദിവസം ചാർട്ട് ചെയ്ത ഓരോ പ്രോഗ്രാംസും അതിൻ്റേതായ കറക്റ്റ് ടൈമിങ്ങിൽ നടക്കും. നമ്മൾ ഈ 50 കുട്ടികളെ 5 ഗ്രൂപ്പായി തരംതിരിച്ചിട്ടുണ്ട്. ആ 5 ഗ്രൂപ്പിനും ഓരോ ഡ്യൂട്ടിയാണുള്ളത്. ചിലപ്പോൾ മിസ് വർക്കായിരിക്കാം, ഡോക്യുമെൻറ്റേഷൻ ആയിരിക്കാം, കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയിരിക്കാം, പ്രോഗ്രാമിംഗ് ആയിരിക്കാം. അപ്പോൾ ഇതിലൂടെയൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പ്രാപ്തരാവുകയാണ്. ചിലപ്പോൾ വീട്ടിൽ നമ്മൾ അങ്ങനെ അടുക്കളയിലൊക്കെ കയറാത്തവരായിരിക്കാം, പക്ഷെ അവിടെ നമ്മൾ 50 കുട്ടികൾക്കാണ് ഫുഡ് വെക്കുന്നത്. മെസ് വർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടും അതേപോലെ ഏറ്റവും എൻജോയബിൾ ആയിട്ടുള്ള ഒരു വർക്കും കൂടിയാണ് മെസ് വർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കുക, 50 പേർക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കുക, അതൊരു ടീം സ്പിരിറ്റിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുമാത്രമല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ പതറാതെ നിൽക്കാനും കാര്യങ്ങൾ സംസാരിക്കാനൊക്കെയുള്ള ഒരു ശേഷി നമുക്ക് NSS ക്യാമ്പിൽ ആ 7 ദിവസങ്ങൾ കൊണ്ട് കിട്ടും. ഏറ്റവും നല്ലൊരു അവസരമാണ്, നമ്മളുടെ ഉള്ളിലുള്ള ടാലൻറ്റ് പുറത്തെടുക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ NSS ക്യാമ്പിലുള്ള 7 ദിവസങ്ങൾ. നമ്മൾ ശരിക്കും അവിടെ കുട്ടികളായി മാറുകയാണ്. ഓരോ കൾച്ചറൽ ആക്ടിവിറ്റികളിലും ഡോറയും പൂജയും കളിച്ച അവസരങ്ങൾ വരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. തനിക്കറിയോ, ഈ ക്യാമ്പിൻ്റെ ഒരു ദിവസം ഞങ്ങൾ അവിടെ ആ സ്ഥലം ഒന്ന് ചുറ്റി കാണാനൊക്കെ പോയി. അപ്പോൾ അവിടെ ഒരു പ്രാകൃതരായ ഗോത്രവിഭാഗം ഉണ്ടായിരുന്നു. അവരെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. അവരുടെ ആ ഒരു വീട്, ദൈവപ്പുര, എന്താ പറയുക, നമുക്കൊക്കെ ഒരു വേറിട്ട അനുഭവമാണ്. പച്ചയായ മനുഷ്യരെന്ന് പറയില്ലേ, അതായിരുന്നു അവർ. അവരുടേതായ തനത് രീതികൾ, അവരുടെ മുറ്റം, എന്ത് രസമായിരുന്നു എന്നറിയാം ആ ഒരു അനുഭവം. അങ്ങനെ ഞങ്ങൾ ആ നാട് ഒന്ന് കാണുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു അംഗനവാടി ഉണ്ടായിരുന്നു. ആ അംഗനവാടി പോയപ്പോൾ ഉണ്ട് ഞങ്ങൾക്ക് ശരിക്കും വിഷമമായി. കാരണം ഒരു പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടം എന്നൊക്കെ പറയില്ലേ, അങ്ങനൊരു കെട്ടിടത്തിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു മക്കൾ. ശരിക്കും നമുക്ക് വിഷമമായി. ഒരു അംഗനവാടീൻ്റെ അന്തരീക്ഷമൊന്നും ആയിരുന്നില്ല, ഒരു വൃദ്ധസദനമായിരുന്നു എന്ന് തോന്നുന്നു മുമ്പ്. ആ അംഗനവാടീനെ മനോഹരമാക്കി തീർക്കാൻ, ആ ഒരു എന്താ പറയുക, ആ ഒരു കെട്ടിടത്തിന് മനോഹരമായ ഒരു അംഗനവാടി ആക്കി തീർക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ മറ്റൊരു ദൗത്യം. അത് ഞങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക്. കാരണം ഞങ്ങളൊക്കെ മക്കളായി, കുറേ സ്റ്റിക്കർ ഒട്ടിക്കുക, പേപ്പറും കൊണ്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുക. എന്താ പറയുക, നമ്മൾ ഈ സ്കൂൾ തുറന്ന ബുക്കിൻ്റെ ഇടയിലുള്ള ആ ജീവിതത്തിൽ നിന്നും പിന്നെയും നമ്മൾ കുഞ്ഞു മക്കൾ LKG UKG ആ ഒരു ലെവലിലേക്ക് പോവുക. ഇപ്പം തന്നെ ഒരു 2-3 ദിവസം മുമ്പ് എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചായിരുന്നു. അപ്പോൾ അവൻ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ദിയ, സത്യത്തിൽ ഈ +1 +2 നമ്മളുടെ വർഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് NSSൻ്റെ ആ 7 ദിവസമാണ്. അതില്ലായിരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ചൊക്കെ എന്തായിരുന്നു നമുക്ക് ഓർക്കാനുള്ള മെമ്മറീസ്. സത്യം പറഞ്ഞാൽ അതായിരുന്നു ഞങ്ങൾക്ക് NSS. ഇപ്പോൾ അത് ആലോചിക്കുമ്പോഴാണ് അത് എത്രത്തോളം വാല്യുബിൾ ആയിരുന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ കൊറോണ കാരണം ലോക്ക്ഡൗൺ ആയി നമ്മളുടെ +2 ഒക്കെ എന്താ പറയുക, ഏറ്റവും മനോഹരമായ സ്കൂൾ കാലഘട്ടം എന്ന് ഓരോരുത്തരും പറയുന്ന +2 എന്താ പറയുക, ഒരു സ്വപ്നമായി മാത്രം നിൽക്കുകയാണ്. ഒരു എൻജോയ്മെൻറ്റും ഇല്ല, വീട്ടിലിരുന്ന് ഫോണിൽ ഫ്രണ്ട്സിനെ കണ്ട് വിളിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ആ 7 ദിവസത്തെ ക്യാമ്പാണ്. ഓ, അപ്പോൾ ഇതൊക്കെയാണല്ലേ NSS എന്ന് പറഞ്ഞാൽ. ഞാനിതൊന്നും അല്ല കേട്ടോ വിചാരിച്ചേ.
എന്തായാലും ഞാനിനി NSSൽ ചേരാൻ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുക്കാൻ പോവാ. കിട്ടിയാൽ മതിയായിരുന്നു. എന്തായാലും ഇത്രയും പറഞ്ഞു തന്നതിന് താങ്ക്സ് കേട്ടോ. ബൈ.